സുപ്രീം കോടതിയിൽ നിന്നും അവസാന വിധിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പച്ചകുത്തലുമടക്കം തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചൂടും സംസ്ഥാന തലയടിക്കുമ്പോൾ 61-ൽ 52 സീറ്റും സ്വന്തം പോക്കറ്റിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അതും രാഹുൽ ഗാന്ധിയുടെ ഒറ്റപ്പിടുത്തത്തിലാണ് സംസ്ഥാനം കോൺഗ്രസിന്റെ കൈ പിടിക്കുന്നത്. എന്നാൽ ഇവിടെ ചില കാര്യങ്ങൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ഇന്നിപ്പോൾ 52 സീറ്റ് കോൺഗ്രസ് സഖ്യകക്ഷികളിൽ നിന്നും സ്വന്തമാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കാനായി കട്ടായം പറഞ്ഞു പിടിച്ചത് 75 സീറ്റായിരുന്നു. എന്നാൽ അന്ന് 19 സീറ്റിൽ മാത്രമേ കോൺഗ്രസിന് വിജയിക്കാനായുള്ളൂ. പിന്നീട് നിതീഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് ബിജെപിയിൽ ചേരുകയും ആ വഴിക്ക് NDA മുഖ്യമന്ത്രിയാവുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടു. അത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ അരങ്ങേറിയ മണ്ണാണ് ബീഹാർ. ആ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കും മുൻപേ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ബോംബ് പൊട്ടിക്കുകയും പിന്നാലെ വോട്ട് ചോരി യാത്ര നടത്തിക്കൊണ്ട് ബീഹാറിൽ ജനകീയ സപ്പോർട്ട് ഇന്ത്യ മുന്നണി നേടിയെടുക്കുകയും ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി ഒരു കാര്യം ഉറപ്പിച്ചു. അതാണ് ഒത്തിരി സീറ്റുകൾ വാങ്ങിക്കൂട്ടലല്ല രാഷ്ട്രീയ വിജയം, പകരം വാങ്ങിക്കൂട്ടുന്ന സീറ്റുകളിൽ വിജയിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് 75 വേണ്ട, പകരം മാസങ്ങൾക്ക് മുൻപ് പണിയെടുത്ത് വിജയം ഉറപ്പിക്കുന്ന 52 സീറ്റ് മാത്രം മതി എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. വിജയിച്ചേ മതിയാവൂ എന്ന ഒറ്റ തീരുമാനവും ഇന്ത്യ മുന്നണി എന്ന മുന്നണിയുടെ വിജയവുമാണ് രാഹുൽ ഇപ്പോൾ ആകെ ഉന്നം വെക്കുന്നത്. പറഞ്ഞു വരുന്നത്, ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. 53 സീറ്റുകളുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ബീഹാർ കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് റാം കുടുംബ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുക. ശേഷിക്കുന്ന 8 സീറ്റുകളിലും ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. 243 അംഗ നിയമസഭാ മണ്ഡലങ്ങളിൽ 61 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുക. ഇത്തരത്തിൽ 59 സീറ്റുകളിൽ മാത്രമേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയുള്ളൂ. സഖ്യത്തിനൊപ്പം ചേർന്ന ഇന്ത്യ ഇൻക്ലൂസീവ് പാർട്ടിക്കായി 2 സീറ്റുകൾ നീക്കിവെക്കുകയും വേണം. കഴിഞ്ഞ തവണ 19 സീറ്റിൽ മത്സരിച്ച് 12ലും വിജയിച്ച CPIMLന് ഇത്തവണ 20 സീറ്റാണുള്ളത്. CPIക്ക് 6 സീറ്റും CPIMനും 4 സീറ്റ് നൽകുക ധാരണയിലായി. മുന്നണി വിടുമെന്ന് ഭീഷണി മുഴക്കിയ വികാസ്ശീൽ ഇൻസാർ പാർട്ടിക്ക് 15 സീറ്റാണ് നൽകിയത്. ബാക്കി വരുന്ന 137 സീറ്റുകളിൽ RJD തീരുമാനമെടുക്കും. ഘടകകക്ഷികൾക്ക് RJD സ്വന്തം അക്കൗണ്ടിൽ നിന്ന് സീറ്റും നൽകും. എന്താണെങ്കിലും കോൺഗ്രസ് ഇന്നെടുത്തിരിക്കുന്ന നിലപാട് കൃത്യം പോയിന്റിൽ തന്നെയാണ്. അവിടെ വിജയിക്കുക കൂടി ചെയ്താൽ പിന്നീട് എല്ലാം കോൺഗ്രസ് വരച്ച വരയിൽ.